ഹായ് ഓൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2023 മുഴുവൻ കറണ്ട് അഫയേഴ്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോയിൻമെന്റ്സ്. ലുല ഡ സിൽവ ബ്രസീലിന്റെ പുതിയ പ്രസിഡന്റായി ഇടതുപക്ഷ നേതാവ് ലുല ഡ സിൽവ ജനുവരി 1 അധികാരമേറ്റു. 2003 മുതൽ 2010 പ്രസിഡന്റായിരുന്ന ലുലയുടെ രണ്ടാം വരവാണിത്. ഓർത്തുവെക്കണം, ബ്രസീലിന്റെ പുതിയ പ്രസിഡന്റായത് ഇടതുപക്ഷ നേതാവായ ലുല ഡ സിൽവയാണ്. ജനുവരി 1 അധികാരമേറ്റു. 2003 ഏറ്റു. 2010 പ്രസിഡന്റായിരുന്ന ലുലയുടെ രണ്ടാം വരവാണിത്. നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് സജി ചെറിയാൻ. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തെ തുടർന്ന് രാജിവെച്ച സജി ചെറിയാൻ ജനുവരി 4 വീണ്ടും സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായി. ഫിഷറീസ്, സാംസ്കാരികം, യുവജനകാര്യം തുടങ്ങിയവയാണ് വകുപ്പുകൾ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ലുല ഡ സിൽവ ബ്രസീലിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റു. സജി ചെറിയാൻ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തെ തുടർന്ന് രാജിവെച്ച സജി ചെറിയാൻ ജനുവരി 4 വീണ്ടും സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായി. ഫിഷറീസ്, സാംസ്കാരികം, യുവജനകാര്യം തുടങ്ങിയവയാണ് വകുപ്പുകൾ. ഓർത്തുവെക്കണം, സജി ചെറിയാന്റെ വകുപ്പുകൾ ഫിഷറീസ്, സാംസ്കാരികം, യുവജനകാര്യം എന്നിവയാണ്. നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് KV തോമസ്. മുൻ കേന്ദ്രമന്ത്രി KV തോമസിനെ സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി ക്യാബിനറ്റ് പദവിയോട് നിയമിച്ചു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുൻ MP A സമ്പത്ത് വഹിച്ച പദവിയാണിത്. KV തോമസ്, മുൻ കേന്ദ്രമന്ത്രി KV തോമസിനെ സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി ക്യാബിനറ്റ് പദവിയോടെ നിയമിച്ചു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുൻ MP ആയ A സമ്പത്ത് വഹിച്ച പദവിയാണ് KV തോമസ് ഇപ്പോൾ വഹിക്കുന്നത്. ദേവസ്വം ബോർഡ്. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി MR മുരളിയെയും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ഡോക്ടർ MK സുദർശനെയും തിരഞ്ഞെടുത്തു. ഓർത്തുവെക്കണം, മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി MR മുരളിയെയും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി ഡോക്ടർ MK സുദർശനെയും തിരഞ്ഞെടുത്തു. നീതി ആയോഗിന്റെ പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്. നീതി ആയോഗ് CEO ആയി IAS ഉദ്യോഗസ്ഥൻ BVR സുബ്രഹ്മണ്യത്തെ നിയമിച്ചു. നീതി ആയോഗിന്റെ പുതിയ CEO ആണ് BVR സുബ്രഹ്മണ്യം. CEO പരമേശ്വരൻ അയ്യർ ലോകബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയതോടെയാണ് നിയമനം. CEO ആയിരുന്ന പരമേശ്വരൻ അയ്യർ ലോകബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയതോടെയാണ് CEOയുടെ പുതിയ ചുമതല ഏറ്റത് BVR സുബ്രഹ്മണ്യം. മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു. ബംഗ്ലാദേശ് പ്രസിഡന്റായി അവാമി ലീഗിന്റെ മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു തിരഞ്ഞെടുക്കപ്പെട്ടു. ബംഗ്ലാദേശിന്റെ 22ാമത്തെ പ്രസിഡന്റാണ് മുൻ ജഡ്ജിയായ ഷഹാബുദ്ദീൻ ചുപ്പു. ലീ ചിയാങ്. ചൈനയുടെ പുതിയ പ്രധാനമന്ത്രി ലീ ചിയാങ് അധികാരമേറ്റു. 2013 മുതൽ പ്രധാനമന്ത്രിയായിരുന്ന ലീ കെ ചിയാങ്ങിന്റെ പിൻഗാമിയായാണ് നിയമനം. ലീ ചിയാങ് ആണ് ചൈനയുടെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. രാംചന്ദ്ര പൗഡേൽ നേപ്പാളിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ബിന്ദ്യാദേവി ഭണ്ഡാരിയുടെ കാലാവധി അവസാനിച്ചതോടെയാണ് പൗഡേലിന് നേപ്പാളിൽ 3ാമത്തെ പ്രസിഡന്റായത്. സാങ്മ റിയോ സാഹ. മേഘാലയയിൽ കോൺറാഡ് സാങ്മയും നാഗാലാൻഡിൽ നെയ്ഫ്യൂ റിയോയും ത്രിപുരയിൽ മണിക് സാഹയും വീണ്ടും മുഖ്യമന്ത്രിമാരായി അധികാരമേറ്റു. ത്രിപുര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPയും മേഘാലയയിൽ NPP BJP സഖ്യവും നാഗാലാൻഡിൽ NDPP BJP സഖ്യവും ഭരണ തുടർച്ച നേടിയാണ് അധികാരത്തിൽ തിരിച്ചെത്തിയത്. ശൈലേഷ് പാഠക്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ സെക്രട്ടറി ജനറലായ മുൻ IAS ഉദ്യോഗസ്ഥൻ ശൈലേഷ് പാഠക് ചുമതലയേറ്റു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ സെക്രട്ടറി ജനറലായി മുൻ IAS ഉദ്യോഗസ്ഥനായ ശൈലേഷ് പാഠക് ചുമതലയേറ്റു. ജിയാനി ഇൻഫന്റിനോ. ലോക ഫുട്ബോൾ ഭരണസമിതിയായ ഫിഫയുടെ പ്രസിഡന്റായി ജിയാനി ഇൻഫന്റിനോ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. റുവാണ്ടർ തലസ്ഥാനമായ കിഗാലിയിൽ നടന്ന ഫിഫ കോൺഗ്രസിൽ എതിരില്ലാതെയാണ് ഇൻഫാന്റിനോ തിരഞ്ഞെടുക്കപ്പെട്ടത്. സാഹിത്യ അക്കാദമി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ പ്രസിഡന്റായി മാധവ് കൗശികിനെയും വൈസ് പ്രസിഡന്റായി പ്രൊഫസർ കുമുദ് ശർമ്മയെയും തിരഞ്ഞെടുത്തു. KP രാമനുണ്ണി നിർവാഹക സമിതി അംഗവും മലയാളം ഉപസമിതി കൺവീനറുമായി. സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ
സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ അംഗമായി ഇന്ത്യ ഏഷ്യ പസഫിക് മേഖലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ അംഗമായി ഇന്ത്യയാണ് ഏഷ്യ പസഫിക് മേഖലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024-28 വർഷത്തേക്കാണ് നിയമനം. സ്ഥിതിവിവരക്കണക്കുകളുമായി ബന്ധപ്പെട്ട രാജ്യാന്തര പ്രവർത്തനങ്ങളുടെ മേൽനോട്ട ചുമതല സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനാണ്. ജയശ്രീ നായർ ലോക ബാഡ്മിന്റൺ ഫെഡറേഷന്റെ അംഗീകൃത റഫറിയിങ് പാനലിൽ ഇന്ത്യയിൽ നിന്നുള്ള വനിതാ റഫറി ജയശ്രീ നായരെ ഉൾപ്പെടുത്തി. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് കോട്ടയം സ്വദേശിനിയായ ജയശ്രീ നായർ. പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ. ഹേഗ് ആസ്ഥാനമായ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ ഇന്ത്യൻ ന്യായാധിപരായ KSP രാധാകൃഷ്ണൻ, ഇന്ദു മൽഹോത്ര, R സുഭാഷ് റെഡ്ഡി, KAS ജവേരി എന്നിവരെ നിയമിച്ചു. 6 വർഷത്തേക്കാണ് നിയമനം. രാജേഷ് നമ്പ്യാർ. കോഗ്നിസെന്റ് മാനേജിംഗ് ഡയറക്ടർ രാജേഷ് നമ്പ്യാർ IT കമ്പനികളുടെ ദേശീയ കൂട്ടായ്മയുടെ നാസ്കോമിൽ പുതിയ ചെയർപേഴ്സണായി. SAP ലാബ്സ് MD ആയ സിന്ധു ഗംഗാധരാണ് വൈസ് ചെയർപേഴ്സൺ. M ഷാജർ. സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനായി M ഷാജർ ഏപ്രിൽ 28-ന് ചുമതലയേറ്റു. ചിന്ത ജെറോമിന്റെ പിൻഗാമിയാണ് M ഷാജർ. നിയമനം ചാൾസ് മൂന്നാമൻ. യുണൈറ്റഡ് കിങ്ഡത്തിന്റെ 14ാമത് കോമൺവെൽത്ത് മേഖലകളുടെയും രാജാവായി ചാൾസ് മൂന്നാമന്റെ കിരീടധാരണം മെയ് 6-ന് വെസ്റ്റ് മിൻസ്റ്റർ ആബിയിൽ നടന്നു. 70 വർഷം മുമ്പ് എലിസബത്ത് രാജ്ഞിയുടെ സ്ഥാനാരോഹണമായിരുന്നു ഇതിനു മുമ്പത്തെ കിരീടധാരണ ചടങ്ങ്. തയ്യിപ്പ് എർദോഗാൻ. തുർക്കി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തയ്യിപ്പ് എർദോഗാൻ വിജയം നേടി. ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടിയുടെ എർദോഗാൻ ഇത് 3ാം തവണയാണ് തുർക്കി പ്രസിഡന്റാവുന്നത്. തുർക്കിയുടെ പുതിയ പ്രസിഡന്റാണ് തയ്യിപ്പ് എർദോഗാൻ. പ്രവീൺ സൂദ്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ പുതിയ ഡയറക്ടറായി കർണാടകയിൽ DGP പ്രവീൺ സുദിനെ മെയ് 14-ന് നിയമിച്ചു. 2 വർഷത്തേക്കാണ് നിയമിച്ചത്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ അല്ലെങ്കിൽ CBIയുടെ പുതിയ ഡയറക്ടറാണ് പ്രവീൺ സുദിൻ. അജയ് ബംഗ. ലോക ബാങ്ക് പ്രസിഡന്റായ ഇന്ത്യൻ വംശജനായ അജയ് ബംഗയെ മെയ് 3-ന് നിയമിച്ചു. 5 വർഷത്തേക്കാണ് നിയമനം. ഇതാദ്യമായാണ് ഇന്ത്യൻ വംശജൻ ലോകബാങ്കിന്റെ പ്രസിഡന്റാവുന്നത്. ലോകബാങ്കിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ. US പ്രസിഡന്റ് ജോ ബൈഡനാണ് ബംഗയെ നാമനിർദ്ദേശം ചെയ്തത്. രവീത് കൗർ. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർപേഴ്സണായി മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ രവീത് കൗറിനെ മെയ് 15-ന് നിയമിച്ചു. 5 വർഷത്തേക്കാണ് നിയമനം. പ്രവീൺ കുമാർ ശ്രീവാസ്തവ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി പ്രവീൺ കുമാർ ശ്രീവാസ്തവ മെയ് 29-ന് ചുമതലയേറ്റു. സുരേഷൻ പട്ടേലിന്റെ പിൻഗാമിയായാണ് നിയമനം. ഓർത്തുവെക്കണം, കേന്ദ്ര വിജിലൻസ് കമ്മീഷനായി ചുമതലയേറ്റത് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. സുരേഷൻ പട്ടേലിന്റെ പിൻഗാമിയായാണ് നിയമനം. CIA കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പുതിയ പ്രസിഡന്റായി R ദിനേശ് ചുമതലയേറ്റു. രാജീവ് മെമാനിയാണ് പുതിയ വൈസ് പ്രസിഡന്റ്. സിദ്ധാരാമയ്യ. കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായി കോൺഗ്രസിന്റെ സിദ്ധാരാമയ്യ അധികാരമേറ്റു. 2ാം തവണയാണ് സിദ്ധാരാമയ്യ മുഖ്യമന്ത്രിയാകുന്നത്. DK ശിവകുമാറാണ് ഉപമുഖ്യമന്ത്രി. മധ്യപ്രദേശിൽ മോഹൻ യാദവും ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായിയും രാജസ്ഥാനിൽ ഭജൻലാൽ ശർമ്മയും മുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. തെലുങ്കാന മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് രേവന്ത് റെഡ്ഡിയും മിസോറാം മുഖ്യമന്ത്രിയായി സോറം പീപ്പിൾ മൂവ്മെന്റ് നേതാവ് ലാൽഡു ഹോമയും സ്ഥാനമേറ്റു. ഓർത്തുവെക്കണം, മധ്യപ്രദേശിൽ മോഹൻ യാദവും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയും രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ, തെലുങ്കാന മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് രേവന്ത് റെഡ്ഡിയും മിസോറാം മുഖ്യമന്ത്രിയായി സോറം പീപ്പിൾ മൂവ്മെന്റ് നേതാവ് ലാൽഡു ഹോമയും സ്ഥാനമേറ്റു. SV ഭട്ടി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സാരസ വെങ്കിട നാരായണ ഭട്ടി അല്ലെങ്കിൽ SV ഭട്ടി സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായി.
കേരള ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയർ ജഡ്ജിയാണ് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ജസ്റ്റിസ് ഭട്ടി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സാരസ വെങ്കിടനാരായണ ഭട്ടി അല്ലെങ്കിൽ SV ഭട്ടി സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായി. കേരള ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റവും സീനിയർ ജഡ്ജിയാണ് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ജസ്റ്റിസ് ഭട്ടി. മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ പ്രസിഡന്റായത് അബ്ദുള്ള അൽ മാൻഡസയും വൈസ് പ്രസിഡന്റായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ മൃത്യുഞ്ജയ മൊഹാപതയും തിരഞ്ഞെടുക്കപ്പെട്ടു. 4 വർഷമാണ് കാലാവധി. മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷന്റെ പുതിയ പ്രസിഡന്റായിട്ട് അബ്ദുള്ള അൽ മാൻഡസയും വൈസ് പ്രസിഡന്റായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ മൃത്യുഞ്ജയ മൊഹാപതയും തിരഞ്ഞെടുക്കപ്പെട്ടു. ആരതി ഹൊല്ല മേനി. ഐക്യരാഷ്ട്ര സംഘടനയുടെ ബാഹ്യാകാശ കാര്യ ഓഫീസ് UN ഓഫീസ് ഫോർ ഔട്ടർ സ്പേസ് അഫയേഴ്സ് ഡയറക്ടറായി ഇന്ത്യൻ വംശജ ആരതി ഹൊല്ല മേനിയെ നിയമിച്ചു. UN ഓഫീസ് ഫോർ ഔട്ടർ സ്പേസ് അഫയേഴ്സ് ഡയറക്ടറായ ഇന്ത്യൻ വംശജയാണ് ആരതി ഹൊല്ല മേനി. ദർവേഷ് സാഹിബ്. സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവിയായി ഡോക്ടർ S ദർവേഷ് സാഹിബ് സ്ഥാനമേറ്റു. മുൻ DGP അനിൽകാന്ത് വിരമിച്ചൊഴിവിനാണ് നിയമനം. ദർവേഷ് സാഹിബ് സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവിയായി ഡോക്ടർ S ദർവേഷ് സാഹിബ് സ്ഥാനമേറ്റു. മുൻ DGP അനിൽകാന്ത് വിരമിച്ചൊഴിവിനാണ് നിയമനം. ഡോക്ടർ V വേണു. കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ V വേണു സ്ഥാനമേറ്റു. ഡോക്ടർ VP ജോയിയുടെ പിൻഗാമിയായാണ് വേണു ചീഫ് സെക്രട്ടറി സ്ഥാനത്തെത്തുന്നത്. ഓർത്തുവയ്ക്കുന്ന ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. ഡോക്ടർ V വേണുവാണ് കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത്. രവി സിൻഹ. ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ മേധാവിയായി രവി സിൻഹ ചുമതലയേറ്റു. റോയുടെ പുതിയ മേധാവിയാണ് രവി സിൻഹ. 1988 ബാച്ച് ഛത്തീസ്ഗഡ് കേഡർ ഉദ്യോഗസ്ഥനാണ്. ഇന്ത്യൻ വിദേശകാര്യ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ മേധാവിയായി രവി സിൻഹ സ്ഥാനമേറ്റു. 1988 ബാച്ച് ഛത്തീസ്ഗഡ് കേഡർ ഉദ്യോഗസ്ഥനായിരുന്നു രവി സിൻഹ. ലിസ ഫ്രാങ്കെറ്റി. US-ന്റെ പുതിയ നാവികസേനാ മേധാവിയായി അഡ്മിറൽ ലിസ ഫ്രാങ്കെറ്റിയെ പ്രസിഡന്റ് ജോ ബൈഡൻ നിയമിച്ചു. രാജ്യത്തെ സേനാ മേധാവിയും ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് അംഗമാവുന്ന ആദ്യ വനിതയാണ് ഫ്രാങ്കെറ്റി. ഓർത്തുവെക്കണം, US-ന്റെ പുതിയ നാവികസേനാ മേധാവിയായി അഡ്മിറൽ ലിസ ഫ്രാങ്കെറ്റിയെ പ്രസിഡന്റ് ജോ ബൈഡൻ നിയമിച്ചു. രാജ്യത്തെ സേനാ മേധാവിയും ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് അംഗമാവുന്ന ആദ്യ വനിതയാണ് ഫ്രാങ്കെറ്റി. ഷമീന സിംഗ്. രാജ്യാന്തര വ്യാപാര കാര്യങ്ങളിൽ ഉപദേശം നൽകുന്നതിനുള്ള പ്രമുഖരുടെ സമിതിയിൽ ഇന്ത്യൻ വംശജയായ ഷമീന സിംഗിനെ US പ്രസിഡന്റ് ജോ ബൈഡൻ നിയമിച്ചു. മാസ്റ്റർ കാർഡ് സെന്റർ ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്തിൻ്റെ സ്ഥാപകയാണ് ഷമീന. രാജ്യാന്തര വ്യാപാര കാര്യങ്ങളിൽ ഉപദേശം നൽകുന്നതിനായുള്ള പ്രമുഖരുടെ സമിതിയിൽ ഇന്ത്യൻ വംശജയായ ഷമീന സിംഗിനെ US പ്രസിഡന്റ് ജോ ബൈഡനാണ് നിയമിച്ചത്. നെക്സ്റ്റ് അപ്പോയിൻമെൻ്റ് ആണ് ഗീത റാവു. ലോകവ്യാപകമായി വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള ഗ്ലോബൽ വിമൻസ് ഇഷ്യൂസിൽ അംബാസിഡറായി ഇന്ത്യൻ വംശജയാണ് ഗീത റാവു ഗുപ്ത സ്ഥാനമേറ്റു. ലോകവ്യാപകമായ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള ഗ്ലോബൽ വിമൻസ് ഇഷ്യൂസിൽ അംബാസിഡറായ ഇന്ത്യൻ വംശജയാണ് ഗീത റാവു ഗുപ്ത. ജസ്റ്റിസ് ആശിഷ് ദേശായി. കേരള ഹൈക്കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ജൂലൈ 22-ന് സത്യപ്രതിജ്ഞ ചെയ്തു ചുമതലയേറ്റു. സുപ്രീം കോടതി ജഡ്ജിയായി ചുമതലയേറ്റ SV ഭട്ടിക്ക് പിൻഗാമിയായാണ് നിയമനം. കേരള ഹൈക്കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്. ഗംഗാ സിംഗ്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഗംഗാ സിംഗ് സംസ്ഥാന വനം മേധാവിയായി ചുമതലയേറ്റു. 2025 മെയ് വരെയാണ് കാലാവധി. ഡോക്ടർ VP ജോയ്. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയിയെ കേരള പബ്ലിക് എന്റർപ്രൈസ് ബോർഡിൻ്റെ ചെയർമാനായി നിയമിച്ചു. 44 പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ 5000-ലേറെ
തസ്തികകളിലെ നിയമന അധികാരമാണ് ബോർഡിനുള്ളത്. കേരള പബ്ലിക് എന്റർപ്രൈസ് ബോർഡിന്റെ ചെയർമാനാണ് VP ജോയ്. അൻവറുൽ ഹഖ് ഖാഖർ. പാകിസ്ഥാന്റെ താൽക്കാലിക പ്രധാനമന്ത്രിയായി അൻവറുൽ ഹഖ് ഖാഖറിനെ തിരഞ്ഞെടുത്തു. ഓഗസ്റ്റ് 10 പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നിർദ്ദേശം പരിഗണിച്ചാണ് പ്രസിഡന്റ് ആരിഫ് അൽവി ദേശീയ അസംബ്ലി പിരിച്ചുവിട്ടതോടെയാണ് നിയമനം. മനീഷ് വി ദേശായി. മുതിർന്ന ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഉദ്യോഗസ്ഥനായ മനീഷ് വി ദേശായിയെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായും കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ വക്താവായി നിയമിച്ചു. മനീഷ് വി ദേശായിയാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലും കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ വക്താവും. സച്ചിൻ ടെണ്ടുൽക്കർ. ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐക്കണായി സച്ചിൻ ടെണ്ടുൽക്കർ ചുമതലയേറ്റു. എല്ലാ വോട്ടർമാരെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാക്കാനുള്ള കമ്മീഷന്റെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ 3 വർഷം സച്ചിൻ പങ്കാളിയായിരിക്കും. ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. എല്ലാ വോട്ടർമാരുടെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാക്കാനുള്ള കമ്മീഷന്റെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ 3 വർഷം സച്ചിൻ പങ്കാളിയായിരിക്കും. ജയവർമ്മ സിൻഹ. ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ പുതിയ അധ്യക്ഷനായി ജയവർമ്മ സിൻഹയെ നിയമിച്ചു. റെയിൽവേയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ അധ്യക്ഷ സ്ഥാനത്തെത്തുന്നത്. ഓർത്തുവയ്ക്കണം, ജയവർമ്മ സിൻഹയാണ് ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ പുതിയ അധ്യക്ഷ. സഞ്ജയ് കുമാർ അഗർവാൾ. കേന്ദ്ര പരോക്ഷ നികുതി ബോർഡിന്റെ പുതിയ ചെയർമാനായി സഞ്ജയ് കുമാർ അഗർവാളിനെ നിയമിച്ചു. കേന്ദ്ര പരോക്ഷ നികുതി ബോർഡിന്റെ പുതിയ ചെയർമാനാണ് സഞ്ജയ് കുമാർ അഗർവാൾ. GST കം സെൻട്രൽ എക്സസൈസ് എന്നിവ കേന്ദ്ര പരോക്ഷ നികുതി ബോർഡിന്റെ പരിധിയിൽ വരുന്ന വിഭാഗങ്ങളാണ്. വൈഭവ് തനേജ. ഇലോൺ മസ്ക് നയിക്കുന്ന വാഹന നിർമ്മാണ കമ്പനി ടെസ്ലയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി ഇന്ത്യൻ വംശജൻ വൈഭവ് തനയെ നിയമിച്ചു. സഗറി കേരഗാൺ CFO സ്ഥാനമൊഴിഞ്ഞതോടെയാണ് നിയമനം. അഭിലാഷ് ടോമി. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ സാങ്കേതിക ഉപദേഷ്ടാവായി മലയാളി നാവികൻ കമാൻഡർ അഭിലാഷ് ടോമിയെ നിയമിച്ചു. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ സാങ്കേതിക ഉപദേഷ്ടാവായാണ് മലയാളി നാവികൻ കമാൻഡർ അഭിലാഷ് ടോമിയെ നിയമിച്ചത്. തർമൻ ഷൺമുഖരത്നം. ഇന്ത്യൻ വംശജനായ തർമൻ ഷൺമുഖരത്നം സിംഗപ്പൂർ പ്രസിഡന്റായി അധികാരമേറ്റു. 6 വർഷമാണ് കാലാവധി. പീപ്പിൾസ് ആക്ഷൻ പാർട്ടി അംഗമായ ഷൺമുഖരത്നം സിംഗപ്പൂർ പ്രസിഡന്റാകുന്ന 3ാമത്തെ ഇന്ത്യൻ വംശജനാണ്. നായിഫ് ബിൻ സുദരി. ചരിത്രത്തിൽ ആദ്യമായി പാലസ്തീൻ സൗദി അറേബ്യയുടെ പ്രഥമ സ്ഥാനപതി ചുമതലയേറ്റു. പാലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനു അധികാരപത്രം കൈമാറിയാണ് സ്ഥാനപതി നായിഫ് ബിൻ ബന്ദർ അൽ സുദരി സെപ്റ്റംബർ 27 ചുമതലയേറ്റത്. ആർ മാധവൻ. പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റും ഗവേണിംഗ് കൗൺസിൽ അധ്യക്ഷനുമായി നടനും സംവിധായകനുമായ ആർ മാധവനെ നിയമിച്ചു. സംവിധായകൻ ശേഖർ കപൂറിന്റെ ഒഴിവിലാണ് നിയമനം. രാജേഷ് നമ്പ്യാർ. കോഗ്നിസന്റ് CMDയും മലയാളിയുമായ രാജേഷ് നമ്പ്യാർ നാസ്കോം ചെയർപേഴ്സണായി നിയമിതനായി. മൈക്രോസോഫ്റ്റ് ഇന്ത്യ മുൻ മേധാവിയായിരുന്ന ആനന്ദ് മഹേശ്വരി നിന്നുമാണ് രാജേഷ് ചുമതലയേറ്റത്. അരിന്ദം ബാഗി. വിദേശകാര്യ വക്താവും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറിയുമായ അരിന്ദം ബാഗിയെ ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിച്ചു. ജനീവയിലെ മറ്റു രാജ്യാന്തര സംഘടനകളിലും ബാഗി പ്രതിനിധിയായിരിക്കും. വിശാഖപട്ടണം. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം അമരാവതിയിൽ നിന്നും വിശാഖപട്ടണത്തേക്ക് മാറ്റുമെന്ന് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി പ്രഖ്യാപിച്ചു. സപ്തരാഷ്ട്ര സഖ്യമായ ബിം സെക്രട്ടറി ജനറലായ ഇന്ത്യയുടെ ഇന്ദിരാമണി പാണ്ഡെയെ തിരഞ്ഞെടുത്തു. ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ എന്നതാണ് ബിംകിന്റെ പൂർണ്ണരൂപം. മൈക്ക് ജോൺസൺ. US ജനപ്രതിനിധി സഭയുടെ സ്പീക്കറായി മൈക്ക് ജോൺസനെ തിരഞ്ഞെടുത്തു. പുറത്താക്കപ്പെട്ട കെവിൻ മക്കാർത്തിക്കു പിൻഗാമിയായാണ്
ലൂസിയാനയിൽ നിന്നുള്ള സഭാംഗവും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗവുമായ ജോൺസണിന്റെ തിരഞ്ഞെടുപ്പ്.